Hello everyone, Shana Puthankot here. നമ്മുടെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റിന്റെ മാരത്തോൺ സീരീസ് ആണ്. നമ്മൾ പീപ്പിളിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ തരാം. ഓർഗാനിസം അല്ലെ, ഒരു ഓർഗാനിസം എന്ന് പറയുന്ന ഒരു ജീവിയാണ് അല്ലെ. ഒരുപാട് ഓർഗാനിസം ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി മാറും? ഒരു പോപ്പുലേഷൻ ആയിട്ട് മാറും അല്ലെ. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്. ആ ഓർഗാനിസം ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുമ്പോൾ അതൊരു പോപ്പുലേഷൻ ആയിട്ട് നമ്മൾ എടുക്കും. ഇനി പോപ്പുലേഷനുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? കമ്മ്യൂണിറ്റി ആയിട്ട് മാറും അല്ലെ. ഒരു കമ്മ്യൂണിറ്റി അല്ലെ. ഇപ്പൊ ഒരുപാട് പോപ്പുലേഷൻസ് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു കമ്മ്യൂണിറ്റി ആണ് അല്ലെ. ഇപ്പൊ കമ്മ്യൂണിറ്റി ലിവിംഗ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പല പോപ്പുലേഷൻസ് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇനി കുറേ കമ്മ്യൂണിറ്റികൾ ചേരുമ്പോൾ അതൊരു ഇക്കോസിസ്റ്റം ആയിട്ട് മാറും അല്ലെ. ഇപ്പൊ ഒരു കുളം ഒരു ഇക്കോസിസ്റ്റം ആണ്. കുറേ കമ്മ്യൂണിറ്റികൾ ഉണ്ട്. പ്ലാന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ആനിമൽ കമ്മ്യൂണിറ്റി അല്ലെ, മീനുകള്, പിന്നെ തവള, ആമ, ഇതെല്ലാം ചേർന്ന കുറേ കമ്മ്യൂണിറ്റികൾ ചേർന്നപ്പോ കുളം എന്ന് പറയുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായി. ഇനി ഒരുപാട് ഇക്കോസിസ്റ്റങ്ങൾ ചേരുമ്പോൾ അതൊരു ബയോം ആവും. ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് ബയോം എന്ന് പറയാം. ഇനി കുറേ ബയോമുകൾ ചേരുമ്പോഴാണ് ബയോസ്ഫിയർ ആവുന്നത്. അതായത് ഭൂമിയുടെ ജീവനുള്ള ഭാഗത്തിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയാം. നമ്മൾ അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ എന്നൊക്കെ പറയാറില്ല. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ വായു വരുന്നതാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ സോയിൽ വരുന്നതാണ്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ലൈഫ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ബയോസ്ഫിയറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കുറെ ബയോമുകൾ ചേർന്നിട്ടാണ് ബയോസ്ഫിയറിലേക്ക് എത്തുന്നത്. കുറെ ബയോമുകൾ എങ്ങനെയാണ്? കുറെ എക്കോസിസ്റ്റം ചേർന്നിട്ടാണ് ബയോമുകൾ ഉണ്ടാവുന്നത്. കുറെ കമ്മ്യൂണിറ്റികൾ ചേർന്നിട്ടാണ് ഇക്കോസിസ്റ്റം ഉണ്ടാവുന്നത്. കുറെ പോപ്പുലേഷൻ ചേർന്നിട്ടാണ് കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. കുറെ ഓർഗാനിസം ചേർന്നിട്ടാണ് പോപ്പുലേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ബയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മള് ജലാശയത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂട്രിയന്റ് അല്ലെ, അതായത് പോഷകങ്ങൾ അല്ലെ. അപ്പൊ ഈ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ ജലാശയത്തില് ന്യൂട്രിയന്റ് റിച്ച് ആവുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം. അതായത് ഇപ്പം ഒരു കുളത്തിന്റെ അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നു നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ. അതായത് നമ്മൾ ഇതിനെ നനയ്ക്കുന്ന സമയത്ത് ഈ മേൽമണ്ണ് ഒഴുകും അല്ലെ. എന്താണെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് സോയിൽ വലിച്ചെടുക്കും, ബാക്കി ഇങ്ങനെ ഒഴുകിപ്പോവും. ഈ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ കൂടെ കുറച്ച് ഫെർട്ടിലൈസറും കാണും അല്ലെ. അപ്പൊ ഈ ഒഴുകി പോകുന്ന ഫെർട്ടിലൈസർ ഈ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകി പോകുന്ന ഫെർട്ടിലൈസർ അടുത്ത് കാണുന്ന ജലാശയത്തിൽ ചെന്ന് ചേരും. അപ്പൊ ഈ ജലാശയം എന്താവും? ന്യൂട്രിയന്റ് റിച്ച് ആവും. അതാണ് ഒരു വഴി. അതായത് ഒരു ജലാശയം ന്യൂട്രിയന്റ് റിച്ച് ആവാനുള്ള ഒരു വഴി അതാണ്. അതായത് അത് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കാരണമുള്ള ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള വെള്ളമാണ്. ഇനി അതല്ല, അത് നമ്മള് കാടിനകത്തൊന്നും നമ്മൾ ഒരിക്കലും ഫെർട്ടിലൈസർ ഒന്നും പോയിട്ട് ഇടുന്നില്ല അല്ലെ. അപ്പൊ അവിടെ നാച്ചുറൽ ആയിട്ട് വെള്ളം ന്യൂട്രിയന്റ് റിച്ച് ആവും. അതെങ്ങനെയാണ്? ഈ ഇലകളൊക്കെ വീണ്, പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിൽ വീണ്, അങ്ങനെ അത് അഴുകി ആ വെള്ളവും എന്താവും? ന്യൂട്രിയന്റ് റിച്ച് ആവും. ഇപ്പൊ രണ്ട് രീതിയിൽ വെള്ളം എന്താവാം? ന്യൂട്രിയന്റ് റിച്ച് ആവാം. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ യൂട്രോഫിക്സ് എന്ന് പറയുന്നത് വാട്ടർ ബോഡി റിച്ച് ഇൻ ന്യൂട്രിയന്റ് ആണ്. അതായത് വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻസിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ജലാശയങ്ങളെ നമ്മൾ യൂട്രോഫിക്സ് എന്ന് വിളിക്കും. യൂട്രോഫിക്സ് ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ്. ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡി ലോ ഇൻ ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് ഏറ്റവും കുറവുള്ള വാട്ടർ ബോഡിനെയാണ് ഒലിഗോട്രോഫിക് എന്ന് പറയാം. ഓക്കെ, ഇനി ഡിസ്ട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡി റിച്ച് ഇൻ അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഓർഗാനിക് മാറ്റർ എന്താണ്? ഈ പറയുന്ന ഇലകള്, പിന്നെ ചത്തുപോയ മൃഗങ്ങളുടെ ബോഡി, ഇതൊക്കെ ഡീകമ്പോസ് ആയിട്ടില്ലെങ്കിൽ അതിങ്ങനെ അഴുകി കിടക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ന്യൂട്രിയന്റ് റിച്ച് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇലകളൊക്കെ അഴുകി കിടക്കുന്ന വെള്ളം ഭയങ്കര ന്യൂട്രിയന്റ് റിച്ച് ആണ്. ന്യൂട്രിയന്റ് റിച്ച് എന്ന് പറയാൻ കാരണം അവിടെ പ്ലാന്റ്സിന് നന്നായിട്ട് വളരാൻ പറ്റും അല്ലെ. അപ്പൊ ഈ താമരയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ.
അപ്പൊ ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡി ലോ ഇൻ ന്യൂട്രിയന്റ് ആണ്. മറ്റേത് യൂട്രോഫിക് എന്ന് പറയുന്നത് ഹൈ ഇൻ ന്യൂട്രിയൻസ് ആണ്. ഇനി ഈ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ കാരണമാണ് വാട്ടർ ബോഡി റിച്ച് ആയതെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രോഫിക് എന്നാണ് പറയുക. ഡിസ്ട്രോഫിക്. ഇനി മീസോട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡി വിത്ത് ഇന്റർമീഡിയറ്റ് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ. അതായത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു മീഡിയം ലെവലിലൊക്കെ ഉള്ള ന്യൂട്രിയൻസ് ആണ് ഒരു വാട്ടർ ബോഡിയിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മീസോട്രോഫിക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം ആണ്. ഒരു ഇക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ആണ് ഉള്ളത്, ബയോട്ടിക്കും അബയോട്ടിക്കും. അപ്പോൾ ഇക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള ഭാഗവും അബയോട്ടിക് എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഭാഗവുമാണ്. ഓക്കെ, അപ്പൊ ബയോട്ടിക്കിനെ തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ. അപ്പൊ ബയോട്ടിക്കിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസർ ആരാണ്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവനുള്ള വസ്തുക്കളാണ്. അത് ഏതായിരിക്കും? പ്ലാന്റ്സ് അല്ലെ? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ബയോട്ടിക് കമ്പോണന്റ് ആരാണ്? പ്രൊഡ്യൂസർ ആയ പ്ലാന്റ്സ് ആണ്. പിന്നെ കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ലിവിങ് ഓർഗാനിസംസ്, അതാണ് കൺസ്യൂമർ. ഇനി കൺസ്യൂമർ തന്നെ പലതരത്തിലുണ്ട്, ഹെർബിവറസ്, കാർണിവറസ്, ഒംനിവറസ്. ഹെർബിവറസ് എന്ന് പറയുന്നത് എന്താണ്? പച്ചക്കറികൾ മാത്രം കഴിക്കുന്ന അല്ലെ, പ്ലാന്റ്സിനെ മാത്രം ഫീഡ് ചെയ്യുന്ന ആനിമൽസ് ആണ് ഹെർബിവറസ് എന്ന് പറയുന്നത്. കാർണിവറസ് എന്ന് പറയുന്നത് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നതാണ് അല്ലെ, അതായത് ആനിമൽസിനെയും കഴിക്കുന്ന ഓർഗാനിസത്തിനെയാണ് കാർണിവറസ് എന്ന് പറയാ. ഒംനിവറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സും കഴിക്കും ആനിമൽസിനെയും കഴിക്കും, അങ്ങനെയുള്ളതിനെയാണ് ഒംനിവറസ് എന്ന് പറയാം. ഇനി സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത് ഡെഡ് ഓർഗാനിസത്തിനെ മാത്രം ഫീഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ പുഴുക്കളൊക്കെ എന്താണ്? ഡെഡ് ബോഡി ഒരു സാധനം ചത്തു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പുഴുക്കൾ വരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? സാപ്രോഫൈറ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൺസ്യൂമേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ബയോട്ടിക് കമ്പോണന്റിൽ ഏതൊക്കെ വരും? പ്രൊഡ്യൂസർ വരും, കൺസ്യൂമർ വരും, ഡീകമ്പോസർ വരും. അതിൽ കൺസ്യൂമർ തന്നെ ഹെർബിവറസ് ഉണ്ട്, കാർണിവറസ് ഉണ്ട്, ഒംനിവറസ് ഉണ്ട്, സാപ്രോഫൈറ്റ്സ് ഉണ്ട്. പിന്നെ ഡീകമ്പോസേഴ്സ് ആണ്, ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ആനിമൽസ്. അതായത് എന്താണ്, ഇപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ആനിമൽസ് ഉണ്ട്. അതിനെയാണ് ആനിമൽസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെയാണ് അല്ലെ, ബാക്ടീരിയ അതൊക്കെയാണ്. അപ്പൊ അതാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ബയോട്ടിക് ആണ്, ഇക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് പാർട്ടാണ്. ഇനി അബയോട്ടിക് പാർട്ടിൽ ഏതൊക്കെയാണ് വരിക? വാട്ടർ, എയർ, ലൈറ്റ്, സോയിൽ. ജീവനില്ലാത്ത ഭാഗങ്ങളായിട്ടുള്ള വെള്ളം, വായു, ജലം അല്ലെ, വെള്ളം, വായു, എന്താണ്, പ്രകാശം, മണ്ണ്, ഇതൊക്കെ എന്താണ്? അബയോട്ടിക് എലമെന്റിൽ വരുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് പേഴ്സിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എയർ പൊല്യൂഷനിലും വാട്ടർ പൊല്യൂഷനിലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് സ്പെസിഫിക് ആയിട്ട് ഒരു സ്ലൈഡ് ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, പേഴ്സിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ, പേഴ്സിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നത് എന്നാണ്, പേഴ്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു 4 പോയിന്റുകൾ ഉണ്ട്, 3 പോയിന്റ് ഉണ്ട്, പിന്നെ അതിന്റെ എക്സാമ്പിൾസും, അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ കിട്ടും. ഈ പേഴ്സിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഒരു തരം പൊല്യൂട്ടൻസ് ആണെന്ന് മനസ്സിലായി, അത് ആ പേരിൽ തന്നെയുണ്ട്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കും. കെമിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം ഇത് കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടത്തില്ല, അതായത് ഇത് സ്റ്റേബിൾ ആയിട്ട് കിടക്കും. അതായത് സ്റ്റേബിൾ ആയിട്ട് കിടക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എലമെന്റ്സ് ആണെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ഇപ്പോ കെമിക്കലി ഭയങ്കര ആക്റ്റീവ് ആണെങ്കിൽ എന്താണ്, അത് റിയാക്ട് ചെയ്തിട്ട് വേറൊരു സാധനമായിട്ട് മാറും. പക്ഷെ ഈ പറയുന്ന POPകള് കെമിക്കലി സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ എന്തായിരിക്കും? അയാൾ ഒന്നിനും പോവില്ല അല്ലെ. ഒരാളിപ്പോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് ഓടി നടന്ന് ജോലി ചെയ്യില്ല, അയാൾ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഈ POPകളുടെ പ്രത്യേകത ഇത് കെമിക്കലി സ്റ്റേബിൾ ആണ്. അപ്പൊ ഒരു റിയാക്ഷനും പോവില്ല, ഇത് അങ്ങനെ കിടക്കും. അതേസമയം ഇത് കെമിക്കലി ആക്റ്റീവ് ആണെങ്കിലോ പല റിയാക്ഷൻസിൽ പങ്കെടുത്ത് ഇത് അതിന്റെ രൂപം മാറി, അപ്പൊ അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് ഒരിക്കലും ചേഞ്ച് ആവില്ല, അത് അങ്ങനെ കിടക്കും. ഓക്കെ, ഒരു തരത്തിലുള്ള റിയാക്ഷനും പോവില്ല. അപ്പൊ അതാണ് കെമിക്കലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഫീച്ചർ ആണ് ഇത് ലിപ്പോഫിലിക് ആണെന്ന്. ലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആണ്, ഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിനിറ്റി, ഇഷ്ടം. അപ്പൊ ഇത് ഫാറ്റിനോട് ഒട്ടിയായിരിക്കും ഇത്
കാണപ്പെടുക. അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു POP വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് POP പ്രവേശിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കെമിക്കലി സ്റ്റേബിൾ ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ കുറെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. മരിച്ചുപോയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത് ലിപ്പോഫിലിക് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ ഫാറ്റ് ടിഷ്യൂലായിരിക്കും ഇത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ മനുഷ്യരുടെ ബോഡി ചെന്ന് കഴിഞ്ഞാൽ ഇത് ഫാറ്റ് ടിഷ്യൂല് പോയിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ആയി കിടക്കും, ഫാറ്റ് മോളിക്യൂൾസിൽ പോയിട്ട് അറ്റാച്ച് ആയി കിടക്കും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി അഴുകുമ്പോൾ ഈ ഫാറ്റിൽ നിന്ന് ഇത് റിലീസ് ആവും, അത് മണ്ണിൽ അവിടെ കിടക്കും. പിന്നെ മണ്ണിൽ നിന്ന് അടുത്ത ബോഡിയിലേക്ക് ചെല്ലും. ഇതിങ്ങനെ കെമിക്കലി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നശിച്ചു പോവില്ല, ഇത് അങ്ങനെ തന്നെ നിലനിൽക്കും, കാലാകാലം നിലനിൽക്കും. അപ്പൊ അതാണ് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് അക്യുമുലേറ്റ് ആൻഡ് മാഗ്നിഫൈ ത്രൂ ഫുഡ് ചെയിൻ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന്. അതായത് ഇത് ഫുഡ് ചെയിനില് ഒരു ഫുഡ് ചെയിനിൽ നിന്ന് മറ്റൊരു ഫുഡ് ചെയിനിൽ, അതായത് അടുത്ത ഫുഡ് ചെയിനിൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കൂടും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു പുൽച്ചാടി, പുല്ലില് ഈ POP ഉണ്ടെന്ന് വിചാരിക്കുക. POPയുടെ ഏതെങ്കിലും ഒരു POP, ഏതെങ്കിലും ഒരു പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് പുല്ലിലുണ്ടായിരുന്നു. നമ്മളിപ്പോ പുല്ല് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിഷം അടിച്ചു, അതിനകത്ത് POP ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ POP ഉള്ള പുല്ല് പുൽച്ചാടി കഴിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പുൽച്ചാടിയുടെ ശരീരത്തിലേക്ക് ഈ POP പ്രവേശിക്കും. ഓക്കെ, ഇനി പുൽച്ചാടീനെ തവള കഴിക്കുവാണ്. തവളയുടെ ബോഡിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പുൽച്ചാടിയുടെ ബോഡിയിലുള്ളതിന്റെ കുറച്ചും കൂടി പെർസെന്റേജ് കൂടും. തവളയുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ POPയുടെ കോൺസെൻട്രേഷൻ കൂടും. ഇനി തവളയിൽ നിന്ന് പാമ്പിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും കൂടും. പാമ്പിൽ നിന്ന് പരുന്തിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും കൂടും. അങ്ങനെ ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും ഇതിങ്ങനെ മാഗ്നിഫൈ ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി POPക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് ആൽഡ്രിൻ, DDT, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ. പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈലിനെ ചുരുക്ക രൂപത്തിൽ PCB എന്നും വിളിക്കാറുണ്ട്. അപ്പൊ PCB എന്ന് കണ്ടു കഴിഞ്ഞാൽ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ ആണ്, അതൊരു POP ആണെന്ന് ഓർക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട 3 POPകൾ ആൽഡ്രിൻ, DDT, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ അഥവാ PCB. ഓക്കെ, അപ്പൊ ഇത്രയാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മള് അബയോട്ടിക് എലമെന്റിലെ എയറിലേക്ക് പോവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ബയോട്ടിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. നമ്മളിപ്പോ ഇക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചു, ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക്കിൽ നമ്മൾ പ്രൊഡ്യൂസർ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, ഡീകമ്പോസർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ബയോട്ടിക് എലമെന്റ് നമുക്ക് നമ്മുടെ സിലബസിൽ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതില്ല. നമുക്ക് അബയോട്ടിക് ഭാഗമാണ് കൂടുതൽ പഠിക്കാനുള്ളത്. അബയോട്ടിക്കിലെ എയർ, വാട്ടർ, സോയില്, ഇതെല്ലാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിന്റെയൊക്കെ പൊല്യൂഷനും പഠിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എയർ ആണ്. എയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതായത് അബയോട്ടിക് എലമെന്റ് ആയ എയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എയർ പഠിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ആണല്ലോ എയർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ പഠിക്കും, പിന്നെ എയർ പൊല്യൂഷൻ പഠിക്കും, എയർ പൊല്യൂട്ടൻസ് പഠിക്കും. അങ്ങനെ എയർ എന്നുള്ള ഭാഗം തീരും. അങ്ങനെ പിന്നെ വാട്ടർ പഠിക്കും, വാട്ടറിന്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ പഠിക്കും, പിന്നെ വാട്ടർ പൊല്യൂഷൻ പഠിക്കും, പിന്നെ അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് കവർ ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ നമ്മൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ലെയർ, അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ വലയം പോലെ ആയിട്ടാണ് അറ്റ്മോസ്ഫിയർ കിടക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ലെയറിന്റെ പേരാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ലെയർ അല്ലെ, ഭൂമിയിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ലെയർ ആണ്. അതായത് 8 കിലോമീറ്റർ മുതൽ 14.5 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ് ഈ ട്രോപ്പോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ വെതർ, നമ്മുടെ ഭൂമിയുടെ വെതർ ഒക്കെ നമുക്ക് എവിടെയാണ്, ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിലാണ് വെതർ ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഇത് ഏറ്റവും ഡെൻസസ്റ്റ് പാർട്ടാണ്, ഡെൻസിറ്റി കൂടിയ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഡെൻസിറ്റി കൂടിയ ഭാഗം എന്ന് പറയാൻ കാരണം, ഡെൻസിറ്റി കൂടുന്നതുകൊണ്ടാണല്ലോ അത് ഏറ്റവും താഴെ വന്ന് കിടക്കുന്നത് അല്ലെ. ഡെൻസിറ്റി കുറയും തോറും അത് മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഡെൻസിറ്റി കൂടെ, ഭാരമുള്ള സാധനങ്ങൾ താഴെ വന്ന് കിടക്കില്ലേ, അതേപോലെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ഭാരമുള്ള ഭാഗമാണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും താഴെ കിടക്കുന്നത്, അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കാനുള്ള കാരണം അതാണ്. പിന്നെ വെയിറ്റ് കുറഞ്ഞു വരുവാണ്, അതുകൊണ്ടാണ് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡെൻസസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു. ഇനി എയ്റോപ്ലെയിൻ ഒക്കെ പറക്കുന്നത് ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ളത് ഓർക്കുക. വെതർ ഒക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുക.
ഇനി രണ്ടാമത്തെ ലെയർ, അതായത് ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലെ ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ് കാണപ്പെടുന്നത്. ഇവിടെയാണ് ഓസോൺ ലെയർ കാണുന്നത് അല്ലെ. നമ്മുടെ ഭൂമിയെ UV റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോൺ ലെയർ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഇരിക്കുന്ന ഓസോൺ ലെയർ ട്രോപ്പോസ്ഫിയറിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് സർഫസ് ലെവൽ ഓസോൺ എന്നാണ് അതിനെ പറയാ. അതായത് ശരിക്കും ഓസോൺ എവിടെയാണ് കാണപ്പെടേണ്ടത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിലല്ലാതെ ട്രോപ്പോസ്ഫിയറിലേക്ക് ഈ ഓസോൺ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പൊല്യൂട്ടന്റ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പൊ അതൊരു പൊല്യൂട്ടന്റ് ആണ് എവിടെ വന്നാൽ? ട്രോപ്പോസ്ഫിയറിൽ വന്നാൽ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ വേണം അല്ലെ, അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലെയർ ആണ്. ആ ഓസോൺ താഴേക്ക് വന്ന് ട്രോപ്പോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊല്യൂട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിനെ നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നാണ് വിളിക്കുക. അപ്പൊ ഓസോൺ എന്ന് കാണുമ്പോൾ ചാടി കയറിയത് നല്ലതല്ലേ, അതെങ്ങനെയാ പൊല്യൂട്ടന്റ് ആവുന്നത് എന്ന് ചിന്തിക്കരുത്. സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് അത് കാണപ്പെടുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാണ്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അത് ട്രോപ്പോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രശ്നക്കാരനാണ്. അതിനെ നമ്മൾ ഒരു പൊല്യൂട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അന്നേരം നമ്മൾ ആ ഓസോണിനെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ലെയർ, അതായത് ഭൂമിയിൽ നിന്ന് ഇത് ദൂരത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അതായത് സ്പേസിലേക്ക്, അങ്ങോട്ടേക്കാണ് അറ്റ്മോസ്ഫിയർ പോവുക. അതായത് ആദ്യം ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, അതിന്റെ മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, ഇനി അതിന്റെ മുകളിലാണ് മീസോസ്ഫിയർ കാണുക. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ, മിറ്റിയോർ ഇതൊക്കെ കാണപ്പെടുന്നതാണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് അയണോസ്ഫിയർ ആണ്. അയോൺ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ചാർജും മൈനസ് ചാർജും ഉള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ പ്ലസും മൈനസും ഉണ്ടാകുമ്പോൾ അതെന്തായിരിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതായിരിക്കും. അതായത് ഇലക്ട്രിസിറ്റി കടന്നു പോകണമെങ്കിൽ പ്ലസും മൈനസും വേണ്ടേ, അതുകൊണ്ടല്ലേ ബാറ്ററിയിൽ പ്ലസ് മൈനസ് എന്ന് കിടക്കുന്നത് അല്ലെ. അപ്പൊ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ ഉള്ള ചാർജ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ള അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന അയണോസ്ഫിയറിലൂടെയാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അടുത്ത ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 100 ഡിഗ്രി മുതൽ 1500 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ. സാറ്റലൈറ്റ് ഒക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ് എന്ന് ആലോചിക്കാം. ഇനി എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ ആണ്. അതായത് സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ലെയർ ആണ്. അപ്പർ ലിമിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകളാണ് പറഞ്ഞത്. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ട്രോപ്പോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പൊല്യൂട്ടന്റ് ആണ്. അതിനെ നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നാണ് വിളിക്കുക എന്നുള്ള കാര്യവും പറഞ്ഞു. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് എയർ പൊല്യൂഷൻ ആണ്. അപ്പോൾ 2 തരത്തിലുള്ള എയർ പൊല്യൂട്ടൻസ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. ഓക്കെ, ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ആണ്. നമുക്ക് പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി. ഇപ്പൊ 2 തരത്തിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്, പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി? ഞാൻ ആദ്യം പറയാം. പ്രൈമറി എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് അതേ രൂപത്തിൽ നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുന്ന പൊല്യൂട്ടൻസ് ആണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള റിയാക്ഷനിലും പങ്കെടുക്കാതെ നേരിട്ട് അതിന്റെ സോഴ്സിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു, അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. അത്തരത്തിലുള്ള പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ആ സോഴ്സിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് വേറെ കുറെ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് അതിന്റെ രൂപം മാറിയിട്ട് അറ്റ്മോസ്ഫിയറിൽ പ്രവേശിച്ചിട്ട് അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുവാണെങ്കിൽ അതെന്താണ്? സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൈമറി പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കത്തിക്കുന്ന സമയത്ത് ഒരു പുക പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത് ആ പുകയുടെ ഒരു പുക എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മൾ കത്തിച്ചാരമായിട്ട് അതിന്റെ ഒരു ഫൈൻ പാർട്ടിക്കിൾസ് നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഫൈൻ പാർട്ടിക്കിളിനെയാണ് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതൊരു എയർ പൊല്യൂട്ടന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ലങ്സിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ലങ്ങിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
രണ്ടാമത്തെ പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ പ്രത്യേകത ഇതിന് കളർ ഇല്ല, ഇതിന് സ്മെല്ലില്ല. ഓക്കെ, അതായത് ഈ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവല് ഈ കംപ്ലീറ്റ് ആയിട്ട് കത്താതെ ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് എന്താണ് ഈ കാർബൺ ബേസ്ഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്? ഇപ്പൊ പെട്രോളിയം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള പെട്രോളിയം പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പിന്നെ മരം അല്ലെ, നമ്മൾ വിറക് കത്തിക്കുന്ന ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താണ്? കാർബൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് ഇന്ധനം എടുത്തു നോക്കിയാലും സിയും എച്ചും ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. ഏത് ഇന്ധനം, ഇപ്പൊ പെട്രോളിയം എടുത്തു കഴിഞ്ഞാലും സിയും എച്ചും ഉണ്ട് കോമ്പിനേഷൻ. നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ കത്തിക്കുമ്പോഴാണെങ്കിലും ഈ കാർബണും ഹൈഡ്രജനും കാണും. പിന്നെ മരത്തിനകത്താണെങ്കിലും കാർബൺ കാണും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തിയില്ലെങ്കിൽ, ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഇത് കത്തുന്നതെങ്കിൽ ഈ കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ ഇതെന്താണ്? ഒരു പൊല്യൂട്ടന്റ് ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവിനെ കുറയ്ക്കും അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സാരമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ അതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് കുറെ നേരം ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് കാർബൺ മോണോക്സൈഡ്. ഒരു എയർ പൊല്യൂട്ടന്റ് ആണ്, നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബേണിംഗ് കാരണമാണ് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തിക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലായി. അടുത്തത് കാർബൺ ഡയോക്സൈഡ് ആണ്, CO2. മറ്റേത് CO, മോണോ ഓക്സൈഡ്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ അല്ലെ. അപ്പൊ കാർബൺ മോണോക്സൈഡ് CO. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണും രണ്ട് ഓക്സിജനും, അപ്പൊ CO2. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ കത്തിക്കുമ്പോൾ തന്നെയാണ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ സൺലൈറ്റിന്റെ കൂടെ വരുന്ന ഈ ഇൻഫ്രാറെഡ് റേസ് ഒന്നും തിരിച്ച് സ്പേസിലേക്ക് റിഫ്ലക്ട് ആവാതെ ഭൂമിയിൽ തന്നെ ട്രാപ്പ് ആവും. അങ്ങനെ ഭൂമിയിൽ തന്നെ ട്രാപ്പ് ആയി കഴിയുമ്പോൾ ഭൂമിയുടെ ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സൺലൈറ്റ് വഴി വന്ന് ഇൻഫ്രാറെഡ് റേസിനെ റിഫ്ലക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കും. അങ്ങനെ ഭൂമിയിൽ തന്നെ അത് ട്രാപ്പായിട്ട് ഭൂമിക്ക് ചൂട് കൂടുകയും അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ ഒരു എന്താണ് റിസൾട്ട് ആണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാകുന്ന ഒരു ഗ്യാസും കൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമ്മൾ റെഫ്രിജറേറ്റർ, പിന്നെ അതുപോലെ തന്നെ AC, ഇതിനകത്തു നിന്നൊക്കെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ഗ്യാസ് ആണ് CFC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CFC കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദേ come in contact with a few other gases which lead to reduction of ozone layer. അതായത് ഈ CFC കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റു പല ഗ്യാസുകളുമായി ചേർന്നിട്ട് ഓസോൺ ലെയറിനെ എന്ത് ചെയ്യും? ഡിപ്ലീറ്റ് ചെയ്യും. ഓസോൺ ലെയറിനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ ഓസോൺ ലെയറിന് തുള വീഴുകയും ഓസോൺ ലെയർ തുള വീണ് കഴിഞ്ഞാൽ UV റേസ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലെ. UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് ഓസോൺ. അപ്പൊ ആ ഓസോൺ ലെയറിനെ എന്ത് ചെയ്യുകയാണ്? നശിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ CFC ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, VOC, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. ഇനി ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ദാറ്റ് ക്യാൻ ഇവാപറേറ്റ് ഇൻ ടു ദി എയർ. അതായത് പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്യുന്ന തരം കെമിക്കൽസിനെ, അതായത് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്, അതായത് പെട്ടെന്ന് തന്നെ ആവിയായി പോകുന്നത്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പെയിന്റ്, വാർണിഷ്, ഇതൊക്കെ എന്താണ്? VOC ആണ്. അപ്പൊ നമ്മൾ ഈ വീടുകളിൽ യൂസ് ചെയ്യുന്ന പെയിന്റ്, വാർണിഷ്, ക്ലീനിങ് പ്രോഡക്റ്റുകളിലൊക്കെ എന്തുണ്ട്? VOC ഉണ്ട്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ കുറെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതുമായിട്ട് കുറെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ഐ ഇറിറ്റേഷൻ, നോസ് ഇറിറ്റേഷൻ. നമ്മൾ കുറെ നേരം പെയിന്റിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഈ VOC എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഉണ്ടാക്കാൻ
കാരണമാകും. നേരത്തെ പറഞ്ഞില്ലേ ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊല്യൂട്ടന്റ് ആണെന്ന്. അപ്പൊ ഈ പറയുന്ന VOC കൂടുതൽ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഉണ്ടാക്കാൻ കാരണമാവുകയും ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ ലെഡ് ആണ്. ലെഡ് എന്ന് പറയുന്ന പെയിന്റില്, ഹെയർ ഡൈയില്, ലെഡ് ബാറ്ററികളില്, ഡീസലില്, പെട്രോളില് ഒക്കെ ലെഡ് ഉണ്ട്. അപ്പൊ ഈ ലെഡും എന്ത് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ലെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു എയർ പൊല്യൂട്ടന്റ് ആണ്. പിന്നെ നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂവൽ കത്തിക്കുമ്പോൾ തന്നെയാണ് നൈട്രജൻ ഓക്സൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ നൈട്രജൻ ഓക്സൈഡ് ഫോഗുമായി ചേർന്ന് കഴിയുമ്പോൾ, അതായത് മഞ്ഞ് ആയിട്ട് ചേർന്ന് കഴിയുമ്പോൾ സ്മോഗ് ആയിട്ട് രൂപപ്പെടും. അപ്പൊ ഈ സ്മോഗും എന്താണ് അന്തരീക്ഷത്തിന് ഭയങ്കര പ്രശ്നമാണ് അല്ലെ. അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്, അതായത് നമ്മൾ ഈ ഫ്യൂവൽ കത്തിക്കുമ്പോൾ ഓക്സിജൻ എന്താണെങ്കിലും ബേണിങ്ങിന് എന്ത് വേണം, ഒരു സാധനം കത്താൻ ഓക്സിജൻ വേണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാൻഡിൽ കത്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഗ്ലാസ് കമഴ്ത്തി കഴിഞ്ഞാൽ ആ കാൻഡിൽ കെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അത് ഗ്ലാസ് കമഴ്ത്തുമ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ തീർന്നു പോവുകയും പിന്നെ അത് കത്താൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ അത് കെട്ടുപോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ കത്താൻ എന്ത് വേണം, ഓക്സിജൻ വേണം. അപ്പൊ നമ്മൾ ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് ഓക്സിജൻ മായിട്ട് ചേർന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാവും. ഈ നൈട്രജൻ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ മഞ്ഞുമായിട്ട് ചേർന്നിട്ട് ഫോഗ് ഉണ്ടാവും അല്ലെ, സ്മോഗ് ഉണ്ടാക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡുകൾ വെള്ളവുമായിട്ട് ചേരുമ്പോൾ, മഴയായിട്ട് താഴേക്ക് പെയ്യുമ്പോൾ നൈട്രിക് ആസിഡ് ആയിട്ട് ആസിഡ് റെയിനിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് സൾഫർ ഡയോക്സൈഡ്. അതും ഈ പറയുന്ന പോലെ കോള് കത്തിക്കുമ്പോൾ, നമ്മള് കൽക്കരി കത്തിക്കുന്ന സമയത്ത് സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതും ഈ പറയുന്ന പോലെ സ്മോഗിന് കാരണമാകും അല്ലെ. സൾഫറസ് സ്മോഗ് ഉണ്ട്. നമ്മൾ സ്മോഗ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 തരത്തിലുള്ള സ്മോഗുകൾ ഉണ്ട്. സൾഫർ ഡയോക്സൈഡ് കാരണം ഉണ്ടാവുന്ന സ്മോഗും ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് കാരണം ഉണ്ടാവുന്ന സ്മോഗും ഉണ്ട്. അപ്പൊ 2 തരം സ്മോഗും ഉണ്ട്. അപ്പോൾ ഇതും എന്തിന് കാരണമാകും, സ്മോഗിന് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ജലകണങ്ങളുമായി ചേർന്നിട്ട് മഴ പെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡ് താഴോട്ട് വീഴുമ്പോൾ അതെന്തായിട്ട് മാറും, ആസിഡ് റെയിൻ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ അതാണ് സൾഫർ ഡയോക്സൈഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് VOC ഉണ്ട്, ലെഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പൊല്യൂട്ടൻസിൽ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ. സെക്കൻഡറി പൊല്യൂട്ടൻസിൽ നമ്മൾ ആദ്യം നോക്കാനുള്ളത് സ്മോഗ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്മോഗ്. സ്മോഗ് എങ്ങനെയാണ്, 2 തരത്തിലുള്ള സ്മോഗ് ഉണ്ട്. സൾഫറസ് സ്മോഗും ഉണ്ട്, അതുപോലെ തന്നെ നൈട്രസ് സ്മോഗും ഉണ്ട്. സൾഫറസ് സ്മോഗിന് മറ്റൊരു പേരാണ് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ മഞ്ഞുമായി ചേർന്നിട്ടുണ്ടാവുന്ന സ്മോഗാണ് സൾഫറസ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, നേരിട്ട് സോഴ്സിൽ നിന്ന് വന്നേക്കുന്നതല്ല അല്ലെ, അത് വേറൊരു സാധനമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇത് സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. സൾഫർ ഡയോക്സൈഡ് ഓൾറെഡി ഒരു പൊല്യൂട്ടന്റ് ആണ്, അത് ഫോഗുമായി ചേരുമ്പോൾ സെക്കൻഡറി പൊല്യൂട്ടന്റ് ആയിട്ട് മാറും. അതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സൾഫറസ് സ്മോഗും ഉണ്ട്, അതിനെ ലണ്ടൻ സ്മോഗ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് കാരണം ഉണ്ടാകുന്ന സ്മോഗിനെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് അഥവാ ലോസ് ഏഞ്ചൽ സ്മോഗ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് ലെവൽ ഓസോൺ. ഗ്രൗണ്ട് ലെവൽ ഓസോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ നേരത്തെ കണ്ടു. വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് മറ്റ് ഗ്യാസുകളുമായി ചേർന്നിട്ടാണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഉണ്ടാവുന്നേ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതെന്താണ്, അതൊരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. ഗ്രൗണ്ട് ലെവൽ ഓസോൺ എവിടെയാണ് കാണുക, ട്രോപ്പോസ്ഫിയറിലാണ്. ഓസോൺ ലെയർ എവിടെയാണുള്ളത്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ. ഇനി അടുത്തത് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് അഥവാ പാൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോ കാർബൺ റാഡിക്കലുകൾ. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന കാർബണും ഹൈഡ്രജനും ചേർന്ന്, ഫ്യൂവലുകളൊക്കെ ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലെ. അപ്പോൾ ഹൈഡ്രോ കാർബൺ റാഡിക്കല് നൈട്രജൻ ഓക്സൈഡുമായി ചേർന്നിട്ടുണ്ടാവുന്നതാണ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, PAN. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രൈമറിയും സെക്കൻഡറി പൊല്യൂട്ടൻസും മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഇത് 2 തരം പൊല്യൂട്ടൻസ് ആണ് നമുക്കുള്ളത്, പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും. ഇനി നമുക്ക് ഈ പറയുന്ന
പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ടു മോണിറ്റർ എയർ പൊല്യൂഷനെ മോണിറ്റർ ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൽ ആദ്യം പറയുന്നത് നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം ആണ്. അതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം ആണ് നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നമ്മുടെ രാജ്യത്തിലാകമാനം ഈ പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി ഈ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്ത് ലോഞ്ച് ചെയ്തു? നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തു. ഈ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ലോഞ്ച് ചെയ്തു? നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തു. ഇനി എന്താണ് ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്? നമ്മുടെ വായുവിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ ഒരു ഇൻഡെക്സ് കൊണ്ടുവരുവാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അതിൽ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എയർ ക്വാളിറ്റി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ 0ക്കും 50നും ഇടയിലാണെങ്കിൽ ആ എയർ എന്തായിരിക്കും? നല്ലതായിരിക്കും, ഗുഡ്. 51നും 100നും ഇടയിലാണ് വാല്യൂ എങ്കിൽ എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും ആ എയറിന്റെ ക്വാളിറ്റി. ഇനി 101നും 150നും ഇടയിലാണെങ്കിൽ ആ എയറിന്റെ ക്വാളിറ്റി എന്താണ്? അൺഹെൽത്തി ആണ് ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പൊ ആസ്മ പോലുള്ള അസുഖമുള്ള ആളുകൾക്കൊക്കെ അതെന്താണ്? അൺഹെൽത്തി ആണ്. ഈ മെഷർമെന്റ് അത്രയാണ് കാണിക്കുന്നതെങ്കിൽ. അപ്പൊ ഈ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അവർ NAQI ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ NAQIയിൽ ഇങ്ങനെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 0നും 50നും ഇടയിലാണെങ്കിൽ ഗുഡ് ആണ്, 51നും 100നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ആണ്, 101നും 150നും ഇടയിലാണെങ്കിൽ അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്. ഇനി 151നും 200നും ഇടയിലാണെങ്കിൽ അൺഹെൽത്തി ആണ്, 201നും 300നും ഇടയിലാണെങ്കിൽ വെരി അൺഹെൽത്തി, 301നും 500നും ഇടയിലാണെങ്കിൽ ഹസാർഡസ് ആണ്. അപ്പൊ ഇതനുസരിച്ചിട്ടാണ്, ഈ മാർക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മുടെ എയർ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അളക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരം അതായത് നമ്മളിപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യുന്ന 8 കാര്യങ്ങളുണ്ട്. അതായത് ഈ 8 കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എയർ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അതായത് ഈ 8 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എയർ ക്വാളിറ്റി മോശമായിക്കൊണ്ടേയിരിക്കും. അതിന്റെ തോത് കൂടുന്നതോറും എയർ ക്വാളിറ്റി മോശമായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ 8 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 8 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. PM10. PM എന്ന് പറയുന്നത് പെർട്ടിക്കുലേറ്റ് മാറ്റർ 10. അതായത് അതിന്റെ ആ ഒരു എന്താണ് 10 മ്യൂം വരുന്ന, അതായത് അതിന്റെ അളവാണ് PM10. പെർട്ടിക്കുലേറ്റ് മാറ്റർ 10. അതായത് ഇപ്പൊ നമ്മളൊരു സെന്റിമീറ്ററിന്റെ കണക്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ മെഷർമെന്റ് പറയാറില്ലേ, 10 മൈക്രോൺ എന്നൊക്കെ പറയാറില്ല. അതേപോലെ PM10 ആണെങ്കിൽ അത് NAQIയിൽ വരുന്നതാണ്. PM10 ഒരുപാട് ഉണ്ടെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോശമാവും. അതേപോലെ PM2.5, പിന്നെ നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, O3 എന്ന് പറയുന്നത് ഓസോൺ ആണ്, O3 ഓസോൺ, അമോണിയ, ലെഡ്. ഈ 8 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ എയർ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണത്? PM10, PM2.5, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, O3 അഥവാ ഓസോൺ, അമോണിയ, ലെഡ്. ഒന്നുകൂടെ പറയാം. PM10, PM2.5, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, O3 അഥവാ ഓസോൺ, അമോണിയ ആൻഡ് ലെഡ്. അപ്പൊ ഈ 8 കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ 8 കമ്പോണൻസ് വെച്ചിട്ടാണ് എയറിന്റെ ക്വാളിറ്റി തീരുമാനിച്ചതെങ്കിൽ ഇവിടെ 12 പൊല്യൂട്ടൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എയർ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ആ 12 എണ്ണം ഏതാണ്? ഓൾറെഡി 8 എണ്ണം നമ്മൾ NAQIയിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ. ഓക്കെ, NAQIയിൽ പറഞ്ഞിട്ടുള്ള 8 എണ്ണം തന്നെ. അത് കൂടാതെ 4 എണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതാണ് ആഴ്സനിക്, നിക്കൽ, ബെൻസീൻ, ബെൻസോപൈറീൻ. ഓക്കെ, ഈ 4 എണ്ണം കൂടെ എക്സ്ട്രാ ചേർത്തു എന്നുള്ളതാണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി
മൂന്നാമത്തെ ഒരു ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ് സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്, സഫർ എന്ന് പറയും. അതായത് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് എയർ ക്വാളിറ്റി റിയൽ ടൈമിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതായത് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ താമസിക്കുവാണ്, എനിക്ക് സഫർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്തെ എയർ ക്വാളിറ്റി എനിക്ക് ഞാനിപ്പോ 10 മണിക്കാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ആ 10 മണിക്ക് ബാംഗ്ലൂരിലെ എയർ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു 1 മുതൽ 3 ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെതർ ഫോർകാസ്റ്റ് ചെയ്യാനും അത് സഹായിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ എയർ ക്വാളിറ്റി ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ എന്നെ സഹായിക്കുകയും ചെയ്യും. അതായത് 3 ദിവസം കഴിയുമ്പോൾ ഇതായിരിക്കും ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെ എയർ ക്വാളിറ്റി എന്നുള്ളതും കൂടെ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സഫർ എന്ന് പറയുന്നത്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് ഭാരത് സ്റ്റേജ് നോംസ് ആണ്. ഇതും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഈ ഭാരത് സ്റ്റേജ് നോം അനുസരിച്ചിട്ട് ഒരു ഓട്ടോ ഫ്യൂവൽ പോളിസി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫർ കുറഞ്ഞ ഡീസൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ലെഡ് കുറഞ്ഞ പെട്രോൾ ഉപയോഗിക്കുക, അൺലെഡഡ് പെട്രോള്, ലോ സൾഫർ ഡീസൽ, ലോ ബെൻസീൻ ഗ്യാസോലിൻ, ഇത് എന്താണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ അൺലെഡഡ് പെട്രോൾ എന്ന് പറയുന്നത്? പെട്രോൾ പെട്ടെന്ന് ഇഗ്നിഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ലെഡ് ചേർക്കാറുണ്ട്. അപ്പൊ ഈ ലെഡ് ആണ് എന്ത് എയർ പൊല്യൂഷന് കാരണം. നമ്മൾ നേരത്തെ കണ്ടുവല്ലേ ലെഡ് പ്രശ്നക്കാരനാണ്. അതുപോലെ തന്നെ ഡീസലിൽ സൾഫർ ചേർക്കും. അപ്പൊ ഈ സൾഫർ എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് ഒരു എയർ പൊല്യൂട്ടർ ആണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ആ സൾഫർ കുറഞ്ഞ ഡീസൽ ഉപയോഗിക്കുക, ലെഡ് ഇല്ലാത്ത പെട്രോൾ ഉപയോഗിക്കുക, ബെൻസീൻ കുറഞ്ഞ ഗ്യാസോലിൻ, നമ്മൾ ഗ്യാസ് ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതിൽ അതിനകത്ത് ബെൻസീൻ ചേർക്കും. അപ്പൊ ഈ ബെൻസീൻ ഉപയോഗിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ, അതായത് ഗ്യാസോലിനിൽ ബെൻസീൻ കുറയ്ക്കുക, അതായത് നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, നമ്മൾ ഗ്യാസ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഈ ഗ്യാസിൽ ബെൻസീൻ ചേർക്കും, അത് പെട്ടെന്ന് ഇഗ്നിഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഭാരത് സ്റ്റേജ് നോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യം. അതായത് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ലെഡ് ഇല്ലാത്ത പെട്രോൾ ഉപയോഗിക്കുക, ഡീസൽ ഉപയോഗിക്കുമ്പോൾ സൾഫർ കുറഞ്ഞ ഡീസൽ ഉപയോഗിക്കുക, ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ബെൻസീൻ ഇല്ലാത്ത ഗ്യാസ് ഉപയോഗിക്കുക. അപ്പൊ ഇത് ഈ പറയുന്ന ഭാരത് സ്റ്റേജ് നോമിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവ്സ് എന്നുള്ളത് ഓർക്കുക. നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം, നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, സഫർ, പിന്നെ ഭാരത് സ്റ്റേജ് നോംസ്. സഫർ എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ആണ്. ഓക്കെ. അപ്പൊ അത്രയാണ് നമ്മൾ എയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എയർ എന്ന് പറയുന്ന അബയോട്ടിക് എലമെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ വാട്ടറിലേക്ക് പോവാണ്. അപ്പോൾ വാട്ടറിലേക്ക് പോകുമ്പോൾ വാട്ടറിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ പാരാമീറ്റർ, കെമിക്കൽ പാരാമീറ്റർ, ബയോളജിക്കൽ പാരാമീറ്റർ. ഇങ്ങനെ 3 പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ വാട്ടറിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഓരോ പാരാമീറ്ററുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ പാരാമീറ്റർ ആണ്. ഫിസിക്കൽ പാരാമീറ്റർ ഏതൊക്കെയാണ്? ഫിസിക്കലി നമുക്കൊരു വെള്ളത്തിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള പാരാമീറ്ററുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് ടർബിഡിറ്റി ആണ്, കലക്കൽ അല്ലെ. എത്രത്തോളം ടർബിഡ് ആണ്, ക്ലൗഡിനെസ് വെള്ളത്തിനുണ്ട്. ഇപ്പൊ നമ്മൾ വെള്ളം കാണുമ്പോൾ നമ്മൾ കലങ്ങിയിരിക്കുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ആ വെള്ളത്തിന് ക്വാളിറ്റി കുറവാണെന്നുള്ളത്. അപ്പൊ ടർബിഡിറ്റി ഒരു ഫിസിക്കൽ പാരാമീറ്റർ ആണ്. രണ്ടാമത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി കുറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കാറുണ്ടല്ലോ, അപ്പൊ അത് പ്രശ്നമല്ലേ എന്ന്. അങ്ങനെയല്ല. വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാന്റ്സിനും ആനിമൽസിനും, അതായത് ആ വെള്ളത്തില് ജീവിക്കുന്ന പ്ലാന്റ്സിനും ആനിമൽസിനും ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതും എന്താണ്? പ്രശ്നമാണ് അല്ലെ. അപ്പോൾ അതാണ് ഫിസിക്കൽ പാരാമീറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി കളർ നോക്കി കഴിഞ്ഞാലല്ലേ ഇപ്പൊ ഭയങ്കര മഞ്ഞ കളറായിട്ടിരിക്കുന്ന ഒരു വെള്ളമാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി മോശമായിരിക്കും നമുക്ക് മനസ്സിലാവും. ടേസ്റ്റ് ആൻഡ് ഓർഡർ, അതായത് വെള്ളത്തിന്റെ രുചി, മണം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ്? പ്യുവർ വാട്ടർ ഒരിക്കലും നല്ല കണ്ടക്ടർ ആയിരിക്കില്ല ഇലക്ട്രിസിറ്റിയുടെ. അതായത് പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ നല്ല
ശുദ്ധമായിട്ടുള്ള വെള്ളത്തിനകത്ത് എന്ത് കാണില്ല? പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കാണില്ല. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതെന്തല്ല? പ്യുവർ വാട്ടർ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് അതിനകത്ത് അയോൺസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുള്ള അയോണുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി അതിനകത്ത് കൂടെ കടന്നു പോയത് അല്ലെ? അപ്പൊ അങ്ങനെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാട്ടർ എന്തല്ല? പ്യുവർ വാട്ടർ അല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ഒരിക്കലും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. അതേസമയം നമ്മൾ മഴവെള്ളം അതൊക്കെ എന്താണ്? ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള വാട്ടർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെള്ളത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഫിസിക്കൽ പാരാമീറ്ററുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ പാരാമീറ്ററുകളാണ്. ഓക്കെ, ഇപ്പൊ കെമിക്കലി നമുക്ക് എങ്ങനെയാണ് ഒരു വെള്ളം നല്ലതാണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ pH ആണ്, അതായത് വെള്ളത്തിന്റെ pH നോക്കുക. അതായത് അസിഡിക്, ബേസിക്, ന്യൂട്രൽ അല്ലെ? വെള്ളം എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം. ഒരു 7 ആ ഒരു റേഞ്ചിൽ ഉള്ളതാണെങ്കിൽ, pH വാല്യൂ 7 ആണെങ്കിൽ നമുക്ക് വെള്ളം നല്ലതാണെന്ന് പറയാം. വെള്ളം അസിഡിക് ആവാനും പാടില്ല, ബേസിക് ആവാനും പാടില്ല അല്ലെ? അമ്ല ഗുണവും ക്ഷാര ഗുണവും വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ നല്ല വെള്ളമായിട്ട് പറയാം. അപ്പൊ അസിഡിറ്റി എന്ന് പറയുന്നത് pH-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ pH എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതായത് വെള്ളത്തിൽ നമ്മൾ pH പേപ്പർ ഇട്ട് നോക്കുക. അപ്പൊ pH കാണിക്കുന്നത് 7 ആണെങ്കിൽ ആ വെള്ളം നല്ലതാണ് അല്ലെ? ഒരുപാട് എന്താണ് pH കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈതർ അസിഡിക്കോ ബേസിക്കോ ആയിരിക്കും അല്ലെ? അത് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ക്ലോറൈഡ്. വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ്? അത് ക്വാളിറ്റി കുറവാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇപ്പൊ തന്നെ അങ്ങ് മനസ്സിലാക്കി പോവുക. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, അതായത് ഒരു വെള്ളത്തില് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം, അതായത് ഈ ജലത്തിലെ ജീവികൾക്കൊക്കെ എവിടുന്നാണ് ഓക്സിജൻ കിട്ടുന്നത്? അന്തരീക്ഷത്തിൽ നിന്നല്ല അല്ലെ? ആ വെള്ളത്തിൽ തന്നെ ഡിസോൾവ്ഡ് ഫോമിൽ ഓക്സിജൻ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എത്രത്തോളമാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്? ആര്? എയറോബിക് ബാക്ടീരിയ ഗ്രോയിങ് ഓൺ ദി ഓർഗാനിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ദി വാട്ടർ സാമ്പിൾ. അതായത് നമ്മൾ ഒരു ജലാശയത്തിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ കാണും. അപ്പൊ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ആരാണ് ഉപയോഗിക്കുന്നത്? എയറോബിക് ബാക്ടീരിയ. എന്താണ് എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്? ഈ ബാക്ടീരിയ ഈ വെള്ളത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത് ഈ ബാക്ടീരിയ ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ഇല വെള്ളത്തിനകത്ത് വീണു, അപ്പൊ അത് അഴുകാൻ അതിനെ സഹായിക്കുന്നത് ഈ ബാക്ടീരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് ഓക്സിജന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും. അതായത് ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയ ഈ ഇലകളെ എന്ത് ചെയ്യുന്നത്? എന്താണ് അത് ഡീകമ്പോസ് ചെയ്യിപ്പിക്കുന്നത് ഈ ബാക്ടീരിയ. അപ്പൊ അത്തരത്തിലുള്ള എയറോബിക് ബാക്ടീരിയ ഈ വെള്ളത്തിനകത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അങ്ങനെ കൺസ്യൂം ചെയ്തിട്ടാണ് ആ വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ BOD കൂടുക എന്ന് പറയുമ്പോ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആ വെള്ളത്തിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കുറവാണ് എന്നുള്ളതാണ്. അതായത് അത്രയും തന്നെ ഓക്സിജൻ എന്തെടുത്തിട്ടുണ്ടാവും? ഈ പറയുന്ന ബാക്ടീരിയ എടുത്തിട്ടുണ്ടാവും. അതായത് BOD എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതായത് ഈ ബാക്ടീരിയ അത്രയും ഓക്സിജൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു കടയില് ഒരു പ്രോഡക്റ്റിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ കടയിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാവുമോ? ഇല്ല, കാരണം അത്ര ഡിമാൻഡ് ഉണ്ട് ആ പ്രോഡക്റ്റിന്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകും അല്ലെ? ഇപ്പൊ ചില കടയിൽ ചില സംഭവങ്ങളൊക്കെ, ചില ഹോട്ടലിലൊക്കെ ചില ഭക്ഷണത്തിന് ഭയങ്കര ഡിമാൻഡ് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ തീർന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. അതുപോലെ ഈ വെള്ളത്തിനകത്ത് ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ ഈ ഓക്സിജൻ കൂടുതൽ ഡിമാൻഡ് ചെയ്യാണ് ആര്? ഈ പറയുന്ന എയറോബിക് ബാക്ടീരിയ. എന്തിനാണ് ഈ എയറോബിക് ബാക്ടീരിയ ഇങ്ങനെ ഓക്സിജൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഈ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യണം. അപ്പൊ ഈ എയറോബിക് ബാക്ടീരിയ ഓക്സിജൻ കൂടുതൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് BOD കൂടുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഓക്സിജൻ എവിടുന്നാ എടുക്കുന്നത് ഈ ബാക്ടീരിയ? ഈ വെള്ളത്തിനകത്ത് ഡിസോൾവ് ആയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെള്ളത്തില് ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉള്ള ഒരു ജലാശയമാണെങ്കിൽ അവിടെ എയറോബിക് ബാക്ടീരിയ പ്രവർത്തിക്കുകയും അത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജനെ കൂടുതൽ എടുക്കുകയും അതിന് ഈ ജലാശയത്തില് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പൊ അത് ആരെയാണ് ബാധിക്കുക?
ആ വെള്ളത്തിനകത്തുള്ള ജീവികളെ അല്ലെ, പ്രത്യേകിച്ച് ആനിമൽസിനെ, ഇപ്പൊ മീനുകൾക്കൊക്കെ ഓക്സിജൻ വേണം, എവിടെ നിന്നാണ് എടുക്കുന്നത്? ഡിസോൾഡ് ഓക്സിജൻ. അപ്പൊ ഡിസോൾഡ് ഓക്സിജൻ കുറയുമ്പോൾ ആ മീനുകളെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബയോളജിക്കൽ ആണ്, ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് COD ആണ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒന്ന് ബയോളജിക്കൽ പ്രോസസ് ആണ്, ഇത് കെമിക്കൽ പ്രോസസ് ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ നേരത്തെ ആരായിരുന്നു? എയറോബിക് ബാക്ടീരിയ ആണെങ്കിൽ ഇവിടെ വെള്ളത്തിനകത്തുള്ള ഡിസോൾഡ് ഓക്സിജൻ നേരിട്ട് എന്ത് ചെയ്യും? ഈ വെള്ളത്തിലെ ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യും. ബാക്ടീരിയ വേണ്ട അവിടെ, ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴും എന്ത് വേണം? ഓക്സിജൻ കൂടുതൽ വേണം അല്ലെ? നേരത്തെ ബാക്ടീരിയ ആയിരുന്നു അത് ചെയ്യുന്നത്, ഇത് ബാക്ടീരിയ ഇവിടെ ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നേരിട്ട് ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യാണ്? നേരിട്ട് ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ പ്രവർത്തിച്ചിട്ട് ഈ ഓക്സിജൻ പ്രവർത്തിച്ച് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഡീകമ്പോസ്ഡ് മാറ്റർ, ഈ ഓർഗാനിക് മാറ്റർ എന്താവുന്നു? ഡീകമ്പോസ്ഡ് ആവുന്നു. അപ്പോ അത്തരത്തിലുള്ള പ്രോസസ്സാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇവിടെയും എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പൊ COD കൂടുക എന്ന് പറയുമ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് അർത്ഥമാക്കുന്നത്? ഓക്സിജന്റെ അളവ് കുറയുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് കെമിക്കൽ പാരാമീറ്റേഴ്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി മൂന്നാമത്തത് വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമാണ് ബയോളജിക്കൽ പാരാമീറ്റർ. ബാക്ടീരിയ, ആൽഗെ, വൈറസ് ഇതൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വെള്ളത്തിന്റെ ക്വാളിറ്റി കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വാട്ടറിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി തരാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. പോയിന്റ് സോഴ്സ് പൊല്യൂഷനും നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷനും. പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഡിസ്ചാർജ് ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് നേരിട്ട് വാട്ടർ ബോഡിയിലേക്കായിരിക്കും. അതാണ് പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയിലെ കെമിക്കൽസ് എന്ത് ചെയ്യുന്നു? നേരിട്ട് ഒരു കുഴൽ വഴി വെള്ളത്തിലേക്ക്, അടുത്ത് കാണുന്ന ഒരു പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ടെങ്കിൽ അത് പോയിന്റ് സോഴ്സ് ആണ്. ഈ പോയിന്റ് സോഴ്സ് പൊല്യൂഷന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, കാരണം ഏത് പോയിന്റിൽ നിന്നാണ് അത് വന്നതെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനും അത് പരിഹരിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. അതാണ് പോയിന്റ് സോഴ്സ് പൊല്യൂഷന്റെ പ്രത്യേകത. ഇനി നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷനോ? ഇതിന് പ്രത്യേകിച്ച് ഒരു പോയിന്റ് കാണില്ല. അപ്പം നമ്മള് കപ്പല് കടലിലൂടെ പോകുന്ന സമയത്ത് ഇതിന് ഓയിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ പറ്റില്ല അല്ലെ? കാരണം കപ്പൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോയിന്റ്, കറക്റ്റ് പോയിന്റിലല്ല എന്ത് ചെയ്യുന്നത്? പൊല്യൂഷൻ നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതാണ് നോൺ പോയിന്റ് പൊല്യൂഷൻ എന്ന്, നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള വാട്ടർ പൊല്യൂഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് മെർക്കുറി ആണ്. നമ്മുടെ ഈ BP അപ്പാരറ്റസിലൊക്കെ എന്താണ്? മെർക്കുറി ഉണ്ട് അല്ലെ? ആ മെർക്കുറി ആണ് ഇങ്ങനെ പൊങ്ങി പോകുന്ന ഒരു സിൽവർ കളർ സംഭവം ഇല്ലേ? BP അപ്പാരറ്റസിലും തെർമോമീറ്ററിലൊക്കെ മെർക്കുറി ഉണ്ട്. അപ്പൊ ഈ BP അപ്പാരറ്റസും തെർമോമീറ്ററും ഒക്കെ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെർക്കുറി എന്ത് ചെയ്യും? നമ്മുടെ മണ്ണിലേക്ക് ചെല്ലും. ആ മണ്ണില് മഴ പെയ്യുന്ന സമയത്ത് ആ മണ്ണിലുള്ള മെർക്കുറി അങ്ങനെ തന്നെ ഒഴുകി വെള്ളത്തിലേക്ക് എത്തും. അങ്ങനെ വാട്ടർ പൊല്യൂട്ട് ആവും. ഓക്കെ, അങ്ങനെ പൊല്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് മെർക്കുറി വെള്ളത്തിനകത്ത് ചെല്ലുന്നു കഴിയുമ്പോൾ അവിടെ പൊല്യൂഷൻ ഉണ്ടാവുകയും അത് ഈ വെള്ളം നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വളരുന്ന മീന്, ആ മീനും എന്ത് ചെയ്യും? ഈ മെർക്കുറി അടങ്ങിയ വെള്ളമാണ് അത് കൺസ്യൂം ചെയ്യണത്. അപ്പൊ അതിന്റെ ബോഡിയിൽ ഈ മെർക്കുറി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മീനിനെ ഭക്ഷിച്ചാലും എന്ത് സംഭവിക്കും? ഒരു അസുഖം ഉണ്ടാവും. അതിനെയാണ് മിനാമാട്ട ഡിസീസ് എന്ന് പറയുന്നത്. ഈ മിനാമാട്ട ഡിസീസിന് മിനാമാട്ട എന്ന് പേര് വരാൻ കാരണം, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് മിനാമാട്ട ബേയിലാണ്, ജപ്പാനിലെ മിനാമാട്ട ബേയിലെ മീൻ കഴിച്ച ആളുകളിലാണ് ഈ ഒരു അസുഖം ആദ്യമായിട്ട് വന്നത്. അങ്ങനെ ഈ അസുഖത്തിന് എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലുള്ള മീൻ ഭക്ഷിച്ചത് കാരണമാണ് ആളുകൾക്ക് ആ അസുഖം ഉണ്ടായതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മെർക്കുറി വെള്ളത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിനാമാട്ട ഡിസീസിന് കാരണമാകും എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ പെസ്റ്റിസൈഡ്സ്, സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ കീടനാശിനി നമ്മൾ മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ അടുത്തുള്ള ജലാശയത്തിലേക്ക് ഒഴുകി എത്തുകയും ആ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
പിന്നെ ഫ്ലൂറിൻ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഫ്ലൂറോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ നൈട്രേറ്റ്സ് ഈ പറയുന്ന പോലെ നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ബ്ലൂ ബേബി സിൻഡ്രം, ഞാൻ ഇതിനകത്ത് നൈട്രേറ്റ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ. നൈട്രേറ്റ്സ് കാരണം ഉണ്ടാവുന്ന അസുഖമാണ് ബ്ലൂ ബേബി സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും നമ്മളിങ്ങനെ നീല കളറാവുകയൊക്കെ ചെയ്യും നൈട്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നൈട്രേറ്റ്സ് കാരണം ഉണ്ടാവുന്ന അസുഖമാണ് മെത്താമോഗ്ലോബിനീമിയ അഥവാ ബ്ലൂ ബേബി സിൻഡ്രം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. നൈട്രേറ്റ്സ് കാരണം ഉണ്ടാവുന്നതാണ് മെത്താമോഗ്ലോബിനീമിയ ഓർ ബ്ലൂ ബേബി സിൻഡ്രം. അടുത്തത് ക്രോമിയം ആണ്. ക്രോമിയം ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ആഴ്സനിക് ആണ്. ആഴ്സനിക് കാരണം ഉണ്ടാകുന്നതാണ് ഡെർമാറ്റാറ്റിസ് എന്ന് പറയുന്ന സ്കിൻ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാക്കും ആർസനിക് നമ്മുടെ ബോഡിയിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ കാഡ്മിയം ആണ്. കാഡ്മിയം ഈ പറയുന്ന പോലെ കിഡ്നി ഡാമേജ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ സയനൈഡ് ആണ്. നമ്മൾ ഗോൾഡും സിൽവർ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കൊല്ലന്മാർ ഉപയോഗിക്കുന്നതാണ് അല്ലെ, സ്വർണ്ണപ്പണിക്കാര് കൊല്ലന്മാരല്ല സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്നതാണ്, തട്ടാൻ ഉപയോഗിക്കുന്നതാണ് സയനൈഡ് അല്ലെ, സ്വർണത്തിനെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ സയനൈഡ് നമുക്ക് അറിയാം അല്ലെ, ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസിന്റെ ഹൈ കോൺസെൻട്രേഷൻ മസിൽ ക്രാമ്പ്, ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ അയേൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ താലിസീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം വാട്ടർ പൊല്യൂട്ടൻസ് ആണ്. ഈ വാട്ടർ പൊല്യൂട്ടൻസ് ഒരുപാട് വെള്ളത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയെ സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തത് വെള്ളം കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാട്ടർ ബോൺ ഡിസീസ്, ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് അഴുക്ക് വെള്ളം, അതായത് എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുകയോ അത് ഉപയോഗിച്ച് കുക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അസുഖമാണ് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ കോളറ, ടൈഫോയിഡ് ഒക്കെ എന്താണ്, വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഓക്കെ, അടുത്തൊരു തരം ഡിസീസ് ആണ് വാട്ടർ ബേസ്ഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് അക്വാറ്റിക് ഓർഗാനിസംസിലൂടെയാണ് പകരുന്നത്. അതായത് വെള്ളത്തിൽ വളരുന്ന ജീവികളിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന അസുഖങ്ങളാണ് വാട്ടർ ബേസ്ഡ് എന്ന് പറയുന്നത്. സ്കിസ്റ്റോമിയാസിസ് എന്താണ്, ഒരു വാട്ടർ ബേസ്ഡ് ഡിസീസ് ആണ്. ഇനി വാട്ടർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അസുഖം പരത്തുന്ന ജീവികള് വെള്ളത്തിൽ ബ്രീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോ മലേറിയ നേരിട്ട് വെള്ളവുമായിട്ട് അതിന് ബന്ധമില്ല, പക്ഷെ അത് പരത്തുന്ന കൊതുക് എവിടെയാണ് ബ്രീഡ് ചെയ്യുന്നത്, വെള്ളത്തിലാണ്. അതുപോലെ തന്നെ എലിഫന്റിയാസിസ്, മന്ത് പരത്തുന്ന കൊതുകുകൾ അല്ലെങ്കിൽ എവിടെയാണ്, ഈ പറയുന്ന വെള്ളത്തിലാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ബ്രീഡ് ചെയ്യുന്ന ജീവികൾ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ് വാട്ടർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് മലേറിയയും എലിഫന്റിയാസിസും ഒക്കെ പറയാം. ഇനി വാട്ടർ വാഷ്ഡ് ഡിസീസ്, അതായത് പ്രോപ്പർ ആയിട്ട് വെള്ളം കിട്ടാതെ വരുമ്പോൾ, അതായത് ജലക്ഷാമം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളം മര്യാദക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് വാട്ടർ വാഷ്ഡ് ഡിസീസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സ്കാബീസും ട്രക്കോമയൊക്കെ. നമ്മൾ ഈ ചൊറി, ചെരങ്ങ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ വാട്ടർ വാഷ്ഡ് ഡിസീസിൽ വരുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൺലൈറ്റ്, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സൺലൈറ്റിൽ ഇൻഫ്രാറെഡ് റേസ് ഉണ്ട് അല്ലെ. അപ്പൊ കുറച്ച് ഇൻഫ്രാറെഡ് റേസ് ഒക്കെ എർത്ത് സർഫസ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി 30% എന്താണ് ചെയ്യുന്നത്, ശരിക്കും സ്പേസിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിഫ്ലക്ഷൻ നടക്കാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് കാരണം ഇങ്ങനെ റിഫ്ലക്ഷൻ നടക്കാതിരിക്കുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടും. ഓക്കെ, അപ്പൊ ആ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുന്ന ചില ഗ്യാസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ H2O അല്ലെ, വെള്ളം തന്നെ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ CH4 എന്ന് പറയുന്ന മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, NF3 നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്, HFC ഹൈഡ്രോഫ്ലൂറോ കാർബൺ, PFC പെർഫ്ലൂറോ കാർബൺ, SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, സൾഫറും 6 ഫ്ലൂറിനും, അപ്പൊ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഇനി ഇതിൽ ഏറ്റവും കുറവ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ ഗ്യാസിന്
ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭയങ്കര പ്രശ്നക്കാരനായിട്ട് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഒന്നേ ഉള്ളൂ, അതാണ് ഏറ്റവും കുറവെങ്കിൽ എന്തിനാണ് പിന്നെ അതിന് ഇത്ര വലിയ പ്രശ്നമായിട്ട് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, മറ്റ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ അപേക്ഷിച്ചിട്ട് ഏതിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്യാസുകളാണ് ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യല് ഏറ്റവും കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളതിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് സൾഫർ ഹെക്സാഫ്ലൂറൈഡിനാണ്. ഓക്കെ, SF6 ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ SF6 ഒക്കെ അന്തരീക്ഷത്തിൽ വളരെ കുറച്ച് കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി അത്ര ചർച്ച ചെയ്യാത്തത്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണ്. ഏറ്റവും കുറവുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. SF6 കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് SF6 പിന്നെ പെർഫ്ലൂറോ കാർബൺ, പിന്നെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, പിന്നെ CFC12, CFC11 ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. പിന്നെ സർഫസ് ഓസോൺ, സർഫസ് ലെവൽ ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, പിന്നെ CH4 അഥവാ മീഥെയിൻ, ഏറ്റവും ലാസ്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഏറ്റവും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ളത് ഏതിനാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകളാണ്, അതായത് ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന ചില ഗ്യാസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ്? CFC, HCFC, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതാണ് HCFC, മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബണും 4 ക്ലോറിനും, അതായത് CCl4, കാർബൺ ഒരു കാർബൺ, ടെട്രാ എന്ന് പറയുന്ന 4, ടെട്രാക്ലോറൈഡ് എന്ന് പറയുമ്പോൾ 4 ക്ലോറിൻ, CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, പിന്നെ മീഥൈൽ ക്ലോറോഫോം, ഹാലോൺസ്. ഇതൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഇത് കാണാതെ പഠിച്ചാൽ മതി. CFC, HCFC, മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം, ഹാലോൺസ്. ഇതൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 8 നാഷണൽ മിഷൻസ് സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ 8 നാഷണൽ മിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നാഷണൽ സോളാർ മിഷൻ, സോളാർ എനർജി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിന് കുറച്ചും കൂടെ പൊല്യൂഷൻസ് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഒരു മിഷൻ, നാഷണൽ സോളാർ മിഷൻ. പിന്നെ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, എനർജി എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുക. പിന്നെ നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നമ്മൾ കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജീവിത രീതിയിലേക്ക് പോവുക. നാഷണൽ വാട്ടർ മിഷൻ, ഈ പറയുന്ന വാട്ടർ പൊല്യൂഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനാണ്. നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ ഇക്കോസിസ്റ്റം, ഹിമാലയൻ ഇക്കോസിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് അത്. നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ, അതായത് അഫോറസ്റ്റേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മിഷനാണ്. അടുത്തത് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ചെയ്യണം, അതായത് ഒരുപാട് കെമിക്കൽ പെസ്റ്റിസൈഡും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതി നമ്മൾ കൊണ്ടുവരണം. അതാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ പറയുന്നത്. അടുത്തത് നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് അടുത്ത മിഷൻ. ഓക്കെ, ഇനി നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? റിന്യൂ ചെയ്യാത്തത്, അതായത് വൺസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്ന റിസോഴ്സുകളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയാ. അതായത് അത് കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അത് ഉണ്ടായി വരണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എനർജി റിസോഴ്സുകളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയാം. അപ്പൊ ഫോസിൽ ഫ്യൂൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ കുറേ കാലം പാറയ്ക്കിടയിൽ ഈ പറയുന്ന നമ്മൾ ചത്തുപോയ ആനിമൽസ് അതൊക്കെ കുറേ കാലം പാറയ്ക്കിടയിൽ ഇങ്ങനെ കിടന്നിട്ടാണ് അതിൽ നിന്ന് ആ ഫാറ്റ് ടിഷ്യൂവിൽ നിന്ന് ഫാറ്റ് ഇങ്ങനെ ഊറിയാണ് എന്തുണ്ടാവുന്നത്? ഫോസിൽ ഫ്യൂൽ ഒക്കെ ഉണ്ടാവുന്നത്. ഫോസിൽ ഫ്യൂൽ ആയിക്കോട്ടെ, പെട്രോളിയം ആയിക്കോട്ടെ, ഇതൊക്കെ ഒരുപാട് വർഷം എടുക്കും, ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നതുമാണ്. കോളും എന്ത് തന്നെയാണ്?
ഈ പറയുന്ന പോലത്തെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ്. നാച്ചുറൽ ഗ്യാസ് ഇതും എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. പിന്നെയാണ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം ന്യൂക്ലിയർ എനർജി ഇപ്പോൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂക്ലിയർ എനർജി എന്ത് തന്നെയാണ്? നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റീപ്ലെനിഷ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ എനർജി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫിഷനിലൂടെയാണ് അല്ലെ. അതായത് ന്യൂക്ലിയസിനെ, നമ്മുടെ ഒരു ആറ്റത്തിന്റെ ഉള്ളിലെ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്തിട്ട് ആ ന്യൂക്ലിയസിനെ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ ഫിഷൻ സംഭവിക്കുമ്പോൾ, ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് രണ്ടായിട്ട് ഇതായി പോവുക അല്ലെ, ബ്രേക്ക് ആയി പോവുക. അങ്ങനെ ബ്രേക്ക് ആയി പോകുന്ന സമയത്ത് എനർജി റിലീസ് ആവും. ആ എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാക്കും. ആ രണ്ടെണ്ണത്തിന് വീണ്ടും കട്ട് ചെയ്യും. അങ്ങനെ 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 ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അല്ലെ, നിൽക്കാത്തൊരു ചെയിൻ റിയാക്ഷൻ നടക്കുകയും അതുവഴി എന്താണ്, എനർജി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജിയിൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണ്? യുറേനിയവും പ്ലൂട്ടോണിയവും ഒക്കെയാണ് ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചെയിൻ റിയാക്ഷനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം അല്ലെ, അതായത് ചെയിൻ റിയാക്ഷൻ നിന്ന് പോകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡറേറ്റർ എന്താ ചെയ്യുക? ഈ ചെയിൻ റിയാക്ഷനെ നിലനിർത്തും. ഈ ചെയിൻ റിയാക്ഷൻ നിലനിന്നാലല്ലേ ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കട്ടായി 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 ഇങ്ങനെ പോകണമെങ്കിൽ ആ ചെയിൻ റിയാക്ഷൻ മുന്നോട്ട് പോകണം. അങ്ങനെ അത് മുന്നോട്ട് പോയാലാണ് എനർജി കൂടുതൽ റിലീസ് ആവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മോഡറേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? വാട്ടർ, ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഡയോക്സൈഡ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ഡയോക്സൈഡ്. അപ്പൊ ഹൈഡ്രജന്റെ ഒരു വേറെ ഫോം ആണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. അപ്പൊ ഡ്യൂട്ടീരിയം ഡയോക്സൈഡ് ആണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടറും ഹെവി വാട്ടറും അതുപോലെ തന്നെ ഗ്രാഫൈറ്റും ഒക്കെ നമുക്ക് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഈ മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ചെയിൻ റിയാക്ഷൻ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ. പിന്നെ കൺട്രോൾ റോഡ് ഉണ്ട്. അതായത് ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്യണം അല്ലെ, നമ്മൾ കൺട്രോളിൽ അല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റോഡ് ഉണ്ട്. അത് എന്താണ് യൂസ് ചെയ്യുന്നത്? ബോറോൺ ആണ് കൺട്രോൾ റോഡായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അഥവാ അറ്റോമിക് റിയാക്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള 3 ന്യൂക്ലിയർ ആക്സിഡന്റുകൾ ഉണ്ട്. അതായത് ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ എന്താണ് ഹോള് വീണിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള 3 അപകടങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 3 മൈൽസ് 1979 നടന്നതാണ്. പിന്നെ ചെർണോബില് 1987 നടന്നതാണ്. ഫുക്കുഷിമ 2011 നടന്നിട്ടുള്ള ന്യൂക്ലിയർ ആക്സിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 3 മൈൽസ് എന്ന് പറയുന്നത് USA അതുപോലെ തന്നെ ചെർണോബിൽ എന്ന് പറയുന്നത് യുക്രൈനിലാണ്. ഫുക്കുഷിമ എന്ന് പറയുന്നത് ജപ്പാനിൽ നടന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ്. ഫോസിൽ ഫ്യൂവൽ, പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി. അടുത്തത് റിന്യൂവബിൾ ആണ്. നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന സ്വാഭാവികമായിട്ട് ഏതൊക്കെയായിരിക്കും? സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക്, ജിയോ തെർമൽ, ബയോമാസ്. ഇതെല്ലാം എന്താണ്? നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജിയാണ്. ഓക്കെ, അപ്പൊ സോളാർ എനർജി എന്ന് പറയുന്നത് സൂര്യന്റെ എന്താണ് റേസിൽ നിന്ന് നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിൽ നമുക്ക് സൺലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ഫോട്ടോ വോൾട്ടായിക് സെല്ലില് നമ്മൾ എന്ത് ചെയ്യുന്നു? സണ്ണിന്റെ റേസിനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി ആണ്. സോളാറിന്റെ ചൂട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്കെ, അതാണ് 2 തരത്തിലുള്ള സോളാർ എനർജി. പിന്നെ സോളാർ പോണ്ട് ഉണ്ട്. അതില് സോളാർ പോണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപ്പുവെള്ളമാണ് ആ പോണ്ടിൽ നിറക്കുന്നത്. അപ്പൊ ഈ ഉപ്പിന്റെ ആ ഒരു സോൾട്ട് ഗ്രേഡിയന്റ് അനുസരിച്ച് ഈ പറയുന്ന സോളാർ എനർജി ഈ സോളാർ പോണ്ടിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ മുകളിൽ ഉപ്പുവെള്ളം ഉണ്ടാവും. ഈ പറയുന്ന സോളാർ എനർജി താഴെ ഈ സോളാർ പോണ്ടിന്റെ താഴെയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ റൂഫ് ടോപ്പ് സോളാർ സ്കീമുകൾ, അതായത് നമ്മുടെ റൂഫ് ടോപ്പിൽ സോളാർ പാനൽ വെക്കുന്നത് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അല്ലെ. പിന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഈ സോളാർ എനർജി, അതായത് സൺലിറ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണം? സോളാർ എനർജി ഉപയോഗിക്കണം എന്ന്
കൂടുതൽ സൂര്യന്റെ എക്സ്പോഷർ കൂടുതലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണം, സോളാർ എനർജി കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഹോളണ്ടിന്റെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയും ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് 2015 അത് രണ്ടുപേരും ഒരു ട്രീറ്റി പോലെ അതിലൊത്ത് ഒപ്പുവെക്കുന്നത്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പിന്നെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയും. ആ സമയത്ത് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഫ്രാങ്കോയിസ് ഹോളണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും 2015 ഒപ്പുവെക്കുന്ന ഒരു ട്രീറ്റിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ സോളാർ എനർജി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാറ്റടിക്കുമ്പോൾ ഈ കാറ്റാടി വെച്ചിട്ട് ആ കാറ്റാടിയുടെ ഫാന് കറങ്ങുമ്പോൾ ആ കറങ്ങുന്ന ആ ഒരു അതിനുള്ളിൽ ടർബൈൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ തവണ കറങ്ങുമ്പോഴും ആ ടർബൈൻ കറങ്ങുമ്പോൾ ആ കറങ്ങുന്ന എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക. അതാണ് വിൻഡ് എനർജിയുടെ സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ വിൻഡ് എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ്. മുപ്പന്തൽ ആണ് ഏറ്റവും ലാർജസ്റ്റ് വിൻഡ് ഫാം ഉള്ളത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാറ്റുള്ളത്. അപ്പൊ കാറ്റുള്ളത് കൊണ്ട് തന്നെ അവിടെ വിൻഡ് എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് എന്നുള്ള കാര്യവും ഓർക്കാം. അടുത്തൊരു റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അതായത് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉള്ള ജലവൈദ്യുത പദ്ധതി വെള്ളം ഡാമിൽ വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം ടർബൈനിലേക്ക് കടത്തിവിട്ട് ആ ടർബൈൻ കറക്കിയിട്ട് അതിൽ നിന്ന് എനർജി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇത് റിന്യൂവബിൾ ആണ്, തീർന്നു പോകുന്നില്ല അല്ലെ. അടുത്താണ് ജിയോ തെർമൽ എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലുള്ള ചൂടില്ലേ, അതായത് ഭൂമിയുടെ ഉൾഭാഗം മോൾട്ടൺ ആയിട്ടുള്ള ഫോമിലാണ് അല്ലേ. അതായത് ഇങ്ങനെ മെറ്റലുകളൊക്കെ ഉരുകി ഒലിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഭൂമിക്കുള്ളിലുള്ളത്. അപ്പൊ ആ ചൂട് എന്ത് ചെയ്യാണ്, ഒരു കുഴൽ വഴി എടുത്ത് ആ ചൂട് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ. പക്ഷെ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ബയോമാസ് എന്ന് പറയുന്നത് നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ടുണ്ടാവുന്ന എനർജിയാണ്. അപ്പൊ ഇതെന്താണ്, റിന്യൂവബിൾ ആണ് അല്ലെ. വീണ്ടും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി റിസോഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ബയോമാസ്. ഇനി അടുത്തത് കുറച്ച് നാച്ചുറൽ ഹസാർഡ്സ് ആണ്. അതായത് കുറച്ച് ദുരന്തങ്ങൾ അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് എർത്ത് ക്വേക്ക് പറയാം. എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന ഒരു ജിയോ ഫിസിക്കൽ ആണ്. ജിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി, ഫിസിക്കൽ അല്ലെ. ഭൂമി ഫിസിക്കൽ ആയിട്ട് ഇങ്ങനെ ട്രമർ അല്ലെ, അത് കുലുങ്ങുമ്പോഴാണ് അല്ലെ ഭൂമി കുലുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി കുലുക്കത്തിന്റെ തീവ്രത നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഭൂമി കുലുക്കത്തിന് 2 തരത്തിലുള്ള വേവുകൾ ഉണ്ടാവും. വേവ് എന്ന് പറയുന്ന ഭൂമി 2 തരത്തിൽ കുലുങ്ങും. അപ്പൊ ആ വേവിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. സീസ്മിക് വേവ് എന്നാണ് അതിന് പറയാം അല്ലെ. ഭൂമി കുലുങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ വേവ് ഉണ്ടല്ലോ, ഒരു തരംഗം ഉണ്ടല്ലോ, അതിനെ സീസ്മിക് വേവ് എന്നാണ് വിളിക്കുക. 2 തരം വേവുകൾ ഉണ്ട്, ബോഡി വേവും ഉണ്ട്, സർഫസ് വേവും ഉണ്ട്. ബോഡി വേവ് എന്ന് പറയുന്നത് ഭൂമിയുടെ ബോഡിയിലെ കൂടി പാസ് ചെയ്യുന്ന വേവ് ആണ് ബോഡി വേവ് എന്ന് പറയുന്നത്. അടുത്തത് സർഫസ് വേവ് ആണ്. സർഫസ് വേവ് എന്ന് പറയുന്നത് ഭൂമിയുടെ ആ ഒരു സർഫസ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ആ ഒരു കുലുക്കം ഉണ്ടാവുന്നത്. അപ്പൊ ഏതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്? സർഫസ് വേവ് ആണ്. കാരണം നമ്മുടെ സർഫസ് വേവ് ഉണ്ടാവുമ്പോൾ, അതായത് സർഫസിൽ തരംഗങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ട്രമർ കൂടുതൽ ഉണ്ടാവുകയും ഈ പറയുന്ന മരങ്ങള്, ബിൽഡിങ്ങുകൾ ഒക്കെ ഭൂമിയുടെ സർഫസിലല്ലേ ഉള്ളത്. അപ്പൊ അവിടെ കുലുക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സർഫസിലുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ബിൽഡിംഗ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം വീഴും അല്ലെ. അപ്പൊ അതുകൊണ്ട് സർഫസ് വേവ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ് എന്ന് പറയുന്നത്. ബോഡി വേവ് എന്ന് പറയുന്ന ഭൂമിയുടെ ഉള്ളില് കിടിലം ഉണ്ടാവുന്നതാണ് അല്ലെ. അതിന്റെ ഉള്ളിലാണ് ആ ഒരു ട്രമർ ഉണ്ടാവുന്നത്. ഈ സർഫസ് വേവ് എന്ന് പറയുന്ന ഭൂമിയുടെ ആ ഒരു പ്രതലത്തിലാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു കുലുക്കം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 2 തരത്തിലുള്ള സീസ്മിക് വേവ് എന്ന് പറയുന്നത്. ഇനി ഈ എർത്ത് ക്വേക്കിനെ അളക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഇന്റൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് 2 മെഷർ യൂസ് ചെയ്യും. അതൊന്ന് റിച്ചർ സ്കെയിലാണ്, നമുക്കൊക്കെ അറിയാവുന്ന പോലെ 8ഉം അതിന്റെ മുകളിലും ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് പറയാ അല്ലെ.
റിച്ചർ സ്കെയിലിൽ 8-നും അതിൽ കൂടുതലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഭൂമികുലുക്കം വളരെ ഇന്റൻസിറ്റി കൂടിയതാണെന്ന് നമ്മൾ പറയും. 7-നും 7.9-നും ആണെങ്കിൽ മേജർ എർത്ത് ആണെന്ന് പറയും. 6-നും 6.9-നും ഇടയിലാണെങ്കിൽ സ്ട്രോങ് ആണെന്ന് പറയും. 5-നും 5.9-നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് എന്ന് പറയും. 4-നും 4.9-നും ഇടയിലാണെങ്കിൽ ലൈറ്റ് എന്ന് പറയും. 3-നും 3.9-നും ഇടയിലാണെങ്കിൽ മൈനർ എർത്ത് എന്നും പറയും. ഓക്കെ, ഇനി എർത്ത് ഇന്റൻസിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സ്കെയിലാണ് മോഡിഫൈഡ് മെർസല്ലി സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഭൂമി കുലുക്കത്തിന്റെ ഇന്റൻസിറ്റി അളക്കുന്നത് എത്രത്തോളം ആളുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു, എത്ര ബിൽഡിങ്ങുകൾ തകർന്നു, എത്ര ആളുകളുടെ വീടുകൾ തകർന്നു, എത്ര മരങ്ങൾ അപ്രൂട്ട് ചെയ്യപ്പെട്ടു, ഇതും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എർത്ത് ഇന്റൻസിറ്റി അളക്കുകയാണെങ്കിൽ അത് ഏത് സ്കെയിൽ വെച്ചിട്ടായിരിക്കും? മോഡിഫൈഡ് മെർസല്ലി സ്കെയിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ 2 തരം സ്കെയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി അടുത്തൊരു ദുരന്തമാണ് സുനാമി എന്ന് പറയുന്നത്. അതും ജിയോ ഫിസിക്കൽ ആണ് അല്ലെ, ഭൂമിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെ, നമ്മുടെ കടലിനകത്ത് ഭൂകമ്പം ഉണ്ടാവുന്നതാണ് സുനാമിക്ക് കാരണമാവുന്നത്. ഇനി വോൾക്കാനോ, ഭൂമിയുടെ ഉള്ളിലുള്ള മോൾട്ടൺ ആയിട്ടുള്ള ലാവ ഭൂമിയുടെ സർഫസിൽ ചെറിയൊരു ക്രാക്ക് വന്ന് ഒരു വിള്ളൽ വന്ന് അതിന്റെ ഉള്ളിലേക്ക് കൂടി ആ ഒരു മോൾട്ടൺ ആയിട്ടുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതാണ് വോൾക്കാനോ എന്ന് പറയുന്നത്. അപ്പൊ അതും എന്താണ്? ജിയോ ഫിസിക്കൽ ആണ്. ഇനി സൈക്ലോൺ, കൊടുങ്കാറ്റ്, അതെന്താണ്? മിറ്റീരിയോളജിക്കൽ ആണ് അല്ലെ, അത് ഈ പറയുന്ന മിറ്റിയോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്ലഡ് ഹൈഡ്രോളജിക്കൽ, വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഡ്രോട്ട് വരൾച്ച ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടാണ്. വൈൽഡ് ഫയർ ആണ്, വൈൽഡ് ലൈഫ് അല്ല കേട്ടോ, വൈൽഡ് ഫയർ കാട്ടുതീ, അതും ക്ലൈമറ്റോളജിക്കൽ ആണ്. ലാൻഡ് സ്ലൈഡ് ഹൈഡ്രോളജിക്കൽ ആണ്, അതായത് ഉരുൾപൊട്ടല് അല്ലെ, അതൊക്കെ ഹൈഡ്രോളജിക്കൽ ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൺവെൻഷൻസ് ആണ്. കൺവെൻഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഒറ്റ സ്ലൈഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺവെൻഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇത്രയും പഠിച്ചാൽ മതി. എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് 1992 നടന്നിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ്. അതിൽ 2 ട്രീറ്റികളാണ് ഒപ്പുവെച്ചത്. ഒന്ന് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും UNFCCC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് UNFCCC. അപ്പൊ UNFCCCയും കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും ഏതിൽ ഒപ്പുവെച്ചതാണ്? എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റിന്റെ സമയത്ത് 2 ട്രീറ്റുകളിൽ ഒപ്പുവെച്ചു. ആ 2 ട്രീറ്റുകളാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും UNFCCCയും. UNFCCCയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. അതുപോലെ തന്നെ അവർ വേറൊരു ആശയം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു അഗ്രിമെന്റ് ആണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കൺവെൻഷൻ എന്താണ്? എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് 1992 ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അതിൽ 2 ട്രീറ്റുകളാണ് സൈൻ ചെയ്തത്. ഒന്ന് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും UNFCCCയും. UNFCCCയുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ സ്റ്റെബിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു കൺവെൻഷൻ ആണ് വിയന്ന കൺവെൻഷൻ. 1985 ഹ്യൂമൻ ഹെൽത്ത് പ്രിസർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നതാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എർത്ത് സമ്മിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 അതെന്താണ് മുന്നോട്ട് വെച്ചത്? കവേഴ്സ് എമിഷൻ ഓഫ് 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ കുറയ്ക്കണം എന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ? സൾഫർ ഡയോക്സൈഡ്, മീഥെയ്ന്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് അഥവാ SF6. ഈ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനെ കുറയ്ക്കണം എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇനി ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ ക്യോട്ടോ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യോട്ടോ മെക്കാനിസം 3 രീതിയിലാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു കമ്പനി ഇത്ര കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാർബൺ ക്രെഡിറ്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് ഇപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്. അപ്പൊ എന്റെ കമ്പനി ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇത്ര കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ചു എന്ന് നമുക്ക് കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാം. അതായത് എനിക്കിപ്പോൾ ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു കമ്പനിക്ക് ഇത് വിൽക്കാം. അതായത് അവർക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ
എന്റെ കമ്പനിയിൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാനിത് വേറൊരു കമ്പനിക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന് ഇത് വിൽക്കുന്നു. അങ്ങനെ വിൽക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ പൈസ കിട്ടുന്നു. ആ കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ച ആളുകൾക്ക് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാൻ പറ്റും, കാരണം അവർ പൈസ കൊടുത്താണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറഞ്ഞു, കാരണം ഇത്ര കുറച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോള് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള 3 മെക്കാനിസത്തിൽ ഒന്നാണ് എന്ത്? ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, അതായത് കുറച്ചും കൂടെ ക്ലീനർ ഫോം ഓഫ് എനർജികൾ ഉപയോഗിക്കുക ഇതിന് പകരം. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ ഏതൊക്കെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണോ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ വരുന്നത്, അത് മാറ്റിയിട്ട് പകരം നമുക്ക് കുറച്ചും കൂടെ ക്ലീനർ ആയിട്ടുള്ള എനർജി റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡായിട്ട് ക്യോട്ടോ പ്രോട്ടോകോളിൽ പറയുന്നത്. പിന്നെ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, അതായത് 2 or 3 രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് പറഞ്ഞപ്പോൾ ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ടായിരുന്നു. ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ടായിരുന്നു അല്ലേ? അപ്പൊ അതേപോലെ ജോയിന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു മെക്കാനിസത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനുള്ളതാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി മോൺട്രിയൽ പ്രോട്ടോകോള് 1987 എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 POP, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അടുത്തത് റാംസർ കൺവെൻഷൻ ആണ്, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് റാംസർ കൺവെൻഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൺവെൻഷൻസ് ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ മൈൻഡ് മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കൺവെൻഷൻസിനെ പറ്റിയിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നമ്മൾ മാരത്തോൺ ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണ്ടവർ അത് കാണാം. ഇതിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് കുറെ പേരുടെയൊക്കെ കമന്റിൽ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമ്മൾ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു മാരത്തോൺ കൂടെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ മാത്സിന്റെ മാരത്തോൺ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എന്നാലും നമ്മൾ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് ഉപയോഗപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇനി ഹയർ എഡ്യൂക്കേഷൻ കൂടെ മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാം. സമയത്തിന്റെ ഒരു പരിമിതി ഭയങ്കരമായിട്ടുണ്ട്. എന്നാലും മാക്സിമം ഹയർ എഡ്യൂക്കേഷൻ കൂടെ ചെയ്യാൻ നോക്കാം. എന്തായാലും മാത്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ ഇനി അടുത്ത ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പേപ്പർ 2 ഇംഗ്ലീഷിന്റെ ഒക്കെ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ, പേപ്പർ 2 ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഓക്കെ, അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് കോഫി അണ്ണനാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. 8 ഗോളാണ്. 2015 ആവുമ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളും നേടിയെടുക്കേണ്ട ഗോളുകളാണ് ഈ പറയുന്ന മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. UN അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും 2015 ആവുമ്പോഴത്തേക്കും ഈ 8 ഗോളുകൾ അച്ചീവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വേറൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗോളും കൂടെ വരുന്നുണ്ട്. അപ്പൊ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് 2015 കൂടി UN അംഗമായിട്ടുള്ള രാജ്യങ്ങൾ എല്ലാവരും തന്നെ നേടിയെടുക്കേണ്ട 8 ഗോളുകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ആ 8 ഗോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗോൾ, ഈ ഗോളുകളുടെ ഓർഡറും ഇമ്പോർട്ടന്റ് ആണ്. 8 ഗോളുകൾ 2015 ആവുമ്പോഴത്തേക്കും UN അംഗത്വമുള്ള രാജ്യങ്ങൾ എല്ലാവരും തന്നെ അച്ചീവ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഗോൾ എന്താണ്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ഗോളാണ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ വിമൻ എംപവർമെന്റും, സ്ത്രീ ശാക്തീകരണവും. അടുത്തതാണ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണ നിരക്ക് കുറയ്ക്കുക. പിന്നെ മെറ്റേണൽ ഹെൽത്ത്,
എന്താണ് അതായത് സ്ത്രീകളുടെ, അതായത് മാതാവിന്റെ ഹെൽത്ത് അല്ലെ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അമ്മമാരുടെ അല്ലെ, പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാര് ഒക്കെ അവരുടെയൊക്കെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ HIV AIDS മലേറിയ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ എൻവയൺമെന്റൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, അതായത് മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ 8 ഗോളുകളാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ പറഞ്ഞിട്ടുള്ളത്. 2015 ആകുമ്പോഴത്തേക്കും UN അംഗത്വമുള്ള രാജ്യങ്ങൾ എല്ലാവരും തന്നെ അച്ചീവ് ചെയ്തിരിക്കേണ്ട 8 ഗോളുകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, ഇന്ത്യക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഒരു ഗോള് നമ്മൾ മുന്നോട്ട് വെച്ചു. അതിനകത്ത് 17 ഗോളുകളാണ്. നേരത്തെ 8 ഗോളുകളാണെങ്കിൽ ഇവിടെ 17 ഗോളുകള്, 269 ടാർഗറ്റുകള്, 232 ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നു. ഓക്കെ, ഇതിന് 3 മേജർ പില്ലേഴ്സ് ആണുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് 3 മേജർ പില്ലേഴ്സ് ആണുള്ളത്: സോഷ്യൽ, എൻവയൺമെന്റൽ, ഇക്കണോമിക്. ഓക്കെ, ഇനി ഓരോ ഗോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഓരോ ഗോളുകളാണ്. 17 ഗോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഗോള് നോ പോവർട്ടി. നമ്മൾ ആ നേരത്തെ 8 ഗോളില്ലേ, അതിനൊന്ന് ബ്രേക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ ഗോള് നോ പോവർട്ടി, രണ്ടാമത്തെ ഗോള് സീറോ ഹങ്കർ. നേരത്തെ അത് രണ്ടും ഒന്നായിരുന്നു അല്ലേ, അപ്പൊ അതിനെ 2 ആക്കി. പിന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, decent work and economic growth, industry, innovation and infrastructure, reduced inequality, sustainable cities and communities, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, അതായത് നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ കൺസംഷനും പ്രൊഡക്ഷനും ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ഭൂമിയാണ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ. ലൈഫ് ബിലോ വാട്ടർ എന്ന് പറയുമ്പോൾ കടൽ സമ്പത്താണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട്ണർഷിപ്പ് ഗോൾസ്. അങ്ങനെ 17 ഗോളുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് 2015 ആവുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യേണ്ടതാണ്. ഇത് 2030 ആവുമ്പോഴത്തേക്കും, 2015 മുതൽ 2030 വരെയാണ് ഇതിന്റെ ഒരു പീരീഡ്. ഈ 2030 ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന 17 ഗോളുകളും അച്ചീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിന്റെ ഏരിയയിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഇതൊരു റിവിഷൻ ആണ്. ഇത് കംപ്ലീറ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം റഷ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. കാരണം മാക്സിമം ടോപ്പിക്കുകൾ മിനിമം ടൈമിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ അത് ആ ലക്ഷ്യം നിറവേറിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. നമുക്ക് ഇനി ഹയർ എഡ്യൂക്കേഷന്റെ ക്ലാസ്സും കൂടെ മോസ്റ്റ് പ്രോബബ്ലി maximum I'll try to upload higher education classes soon. Okay, thank you so much.